മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു. 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 5 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6:45ഓടെയായിരുന്നു അപകടം നടന്നത്. മറിഞ്ഞ വള്ളം കടലിലേക്ക് ഒഴുകിപ്പോയി. ഇതേസമയം ജില്ലയിൽ പലയിടത്തും കടലേറ്റത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. ചിലയിടങ്ങളിൽ 100 മീറ്ററോളം കടൽ കയറി. 300-ൽ പരം വീടുകളിൽ വെള്ളം കയറിയതോടെ പലരെയും ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണം, മഴയ്ക്കും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണം തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഉയർന്ന തിരമാലകൾക്ക് പുറമെ വേനൽ മഴയ്ക്കും സാധ്യതയെന്നും പ്രവചനമുണ്ട്. അതിനാൽ തീരദേശ മേഖലയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്നലെ ജനവാസ മേഖലയിൽ കയറിയ കടൽ വെള്ളം ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ല. അപകട മേഖലയിലുള്ളവർ മാറി താമസിക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ബീച്ചിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. പുള്ളിക്കുന്നത്ത് മലയിൽ ബിജുവാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ആന ബിജുവിനെ ആക്രമിച്ചത്. വിവരമറിഞ്ഞ് പമ്പ പോലീസും കണമല വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നാട്ടുകാർ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ പോലീസിനെ അനുവദിച്ചില്ല. കളക്ടർ അടക്കമുള്ള അധികൃതർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എറണാകുളത്ത് വാഹനാപകടം, 2 യുവാക്കൾ മരിച്ചു. എറണാകുളം കോതമംഗലത്ത് ബൈക്ക് ലോറിയിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. തങ്കളം കാക്കനാട് ദേശീയപാതയിലാണ് അപകടം നടന്നത്. കോട്ടപ്പടി സ്വദേശികളായ അഭിരാമൻ, ആൽബിൻ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 21 വയസ്സായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിയുടെ പിന്നിലിടിച്ച് കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ കോതമംഗലം ബെസോലിയസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കെജ്രിവാളിന്റെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഇന്ന് കെജ്രിവാളിനെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. കെജ്രിവാളിന്റെ കസ്റ്റഡി ED നീട്ടി ചോദിച്ചേക്കുമെന്നാണ് സൂചന. കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്നാണ് EDയുടെ നിലപാട്. ചോദ്യം ചെയ്യലിനോട് കെജ്രിവാൾ നിസ്സഹകരണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കസ്റ്റഡി നീട്ടിക്കിട്ടാൻ ആവശ്യപ്പെടുക. 4 ദിവസം കൂടി നീട്ടി ചോദിച്ചേക്കുമെന്നാണ് സൂചന. കൂടാതെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് കെജ്രിവാൾ ഫോൺ പാസ്വേഡ് നൽകുന്നില്ല എന്ന വിവരവും ED ഇന്ന് കോടതിയെ അറിയിക്കും. അതേസമയം ചോദ്യം ചെയ്യലിനായി 4 ദിവസം കൂടി നീട്ടി ചോദിക്കാനുള്ള EDയുടെ ആവശ്യം കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ എതിർക്കും. അറസ്റ്റും കസ്റ്റഡിയും നിയമവിരുദ്ധം എന്ന മുൻവാദത്തിൽ ഊന്നി തന്നെയാകും കെജ്രിവാളിന്റെ വാദം.